ആ ഒരു സിനിമ കണ്ടാൽ നിങ്ങളൊക്കെ അറിയാം, അതിലൊരു ക്ലൈമാക്സ് സീനൊക്കെ വിജയകാന്ത് വിജയ്ക്ക് പെർഫോം ചെയ്യാൻ, അതായത് വിജയ്ക്ക് ഒരു ഹീറോയിസം, വിജയകാന്ത് അപ്പുറത്തൊരു കസാര ഇട്ടിരുന്ന് വിജയോട് ഫൈറ്റ് ചെയ്യാൻ പറയുന്ന ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. സിനിമ കണ്ടെല്ലാവരും പറഞ്ഞു, ഞാൻ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തായാലും ആ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ഇപ്പോൾ വിജയകാന്ത് പറഞ്ഞു, വിജയ് പറഞ്ഞിട്ടുണ്ട്, വിജയകാന്തിനെ കാണാൻ എന്തായാലും ഓഡിയൻസ് വരും, അപ്പോൾ ആ ഒരു ഓഡിയൻസ് എന്നെയും കാണുമല്ലോ എന്നുള്ള രീതിയിലാണ് ആ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നത്. അത് തന്നെയായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വിജയുടെ ഒരു കരിയറിലൊരു മാറ്റം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ശേഷം ശരിക്ക് എസ് എ ചന്ദ്രശേഖർ ഈ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, വിജയകാന്തിനെ പോയി കണ്ടു, അപ്പോൾ വിജയകാന്തിൻ്റെ പ്രതിഫലവും കാര്യങ്ങളും ഒന്നും വേണ്ട എന്ന രീതിയിലാണ് വിജയകാന്ത് ഒരു സിനിമയുടെ ഭാഗമായത്. പക്ഷെ അന്ന് എസ് എ ചന്ദ്രശേഖറിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ആ ഒരു പ്രോപ്പർട്ടി വിജയകാന്തിനോട് പറയാതെ വിജയകാന്തിൻ്റെ പേരിൽ തന്നെ എഴുതി കൊടുക്കണം, രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. പിന്നീട് വിജയകാന്ത് അത് എന്തിനാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, രക്ഷകൻ തന്നെയാണ്. നമുക്കറിയാം വിജയകാന്ത് മരിച്ച സമയത്ത് വിജയ് എന്നില്ല, വിജയ് എന്ന് ഗോട്ടിൻ്റെ ഷൂട്ടായിട്ട് വിദേശത്തായിരുന്നു. അതിനുശേഷം വന്നിട്ട് വിജയകാന്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു കല്ലറയിൽ പോയിട്ടുള്ള വിജയ് നമ്മളത് കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ അത്ര ഒരു ബന്ധം തന്നെയായിരുന്നു ഒരു വിജയകാന്തും വിജയും എന്ന് പറയുന്നത്. എസ് എ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു സംവിധായകനെയും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയതിൽ വിജയകാന്തിനുള്ളൊരു പങ്ക് അത്ര വലുത് തന്നെയാണ്.